Hello friends, welcome back to another video tutorial from Trick Teacher. The Price of Flowers by Prabhat Kumar Mukherjee. The third part is going on. If you are watching this video for the first time and if you are interested to watch the part 1 and part 2, the link is given in the description. Hope you are enjoying our video. We can go to the Malayalam meaning of this chapter continuing. When the song was over, I raised her playing lavishly as I thanked her. അവൾ പാട്ടുപാടി കഴിഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അവളെ പ്രശംസിച്ചു. നന്ദിയും പറഞ്ഞു. മേഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി മിസ്സസ് ക്ലിഫോർഡ് സെഡ്. മേഗിക്ക് ഒരിക്കലും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ ലഭിച്ചിട്ടില്ല, മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞു. ഷി ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹേർസെൽഫ്. അവൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവൾ പഠിച്ചെടുക്കുകയായിരുന്നു. ഇഫ് അവർ സർക്കംസ്റ്റാൻസസ് എവർ ഇംപ്രൂവ്, എപ്പോഴെങ്കിലും ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നന്നായിരുന്നെങ്കിൽ, ഐ ഷാൽ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. ഞാൻ അവൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുമായിരുന്നു. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഹൃദയം മൊത്തം ആശ്ചര്യത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. The incident touched me very deeply. ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം പ്രയാസമുണ്ടാക്കി. 3 months passed. അങ്ങനെ 3 മാസം കഴിഞ്ഞുപോയി. I visited Maggie and her mother several times. ഞാൻ മെഗിയെയും അവളുടെ അമ്മയെയും ഒരുപാട് പ്രാവശ്യം സന്ദർശിച്ചു. At their home, അവരുടെ വീട്ടിൽ. And took Maggie to see the zoo once. ഒരു ദിവസം മേഗിയെ സൂ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. She rode the elephant Indian രാജ. ഇന്ത്യയിലെ രാജാവായ എലിഫൻറ്റിൻ്റെ മുകളിൽ അവൾ കയറിയിരിക്കുകയും ഓടിക്കുകയും ചെയ്തു. അതായത് അതിൻ്റെ മുകളിൽ സവാരി ചെയ്തു. ലൈക്ക് ഓൾ ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പോലെ അവളും അത് ചെയ്തു. ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. അവൾ എത്ര സന്തോഷവതിയായിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. പക്ഷേ അവളുടെ സഹോദരനിൽ നിന്നും ഒരു വാർത്തയും വന്നില്ല. അച്ച്ഡ് ബൈ മിസ്സിസ് ക്ലിഫോർഡ് ഐ വെൻറ്റ് ടു ഇന്ത്യ ഹൗസ്. ഓക്കെ, മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ത്യ ഹൗസിലേക്ക് ഒരു ദിവസം പോയി. വൺ ഡേ ആൻഡ് മെയ്ഡ് ഇൻക്വയറീസ്. ഇന്ത്യൻ ഹൗസിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിലേക്ക് പോവുകയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഇറ്റ് വാസ് ടോൾഡ് ദ റെജിമെൻറ്റ് ടു വിച്ച് ബിലോങ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിലെ ഫ്രാങ്ക് ഉൾപ്പെടുന്ന ക്യാമ്പ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. മിസ്സിസ് ക്ലിഫോർഡ് ബിക്കം എക്സ്ട്രീംലി വറീഡ് വെൻ ഷീ ഹിയർഡ് ഇറ്റ്. മിസ്സിസ് ക്ലിഫോർഡ് ഇത് കേട്ടപാടെ വളരെയധികം ഭയന്നുപോയി, പേടിച്ചുപോയി. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മെഗി. ഒരു ദിവസം എനിക്ക് മെഗിയിൽ നിന്നും ഒരു കത്ത് കിട്ടി. ഷീ റോട്ട്, അവൾ എഴുതിയിരുന്നു, ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് എനിക്ക് എൻ്റെ ജോലിക്ക് പോലും പോകാൻ സാധിച്ചില്ല. വി ഷാൽ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദ ട്രബിൾ ടു കം ടു സീ അസ്. നിങ്ങൾ ഞങ്ങളെ ഒന്ന് വന്ന് കണ്ടിരുന്നുവെങ്കിൽ അത് വളരെ നന്ദിയുള്ളൊരു കാര്യമായിരുന്നു, വളരെ സഹായകരമായിരുന്നു, മേഗി പറഞ്ഞു. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി വിത്ത് ഹൂം ഐ ലിവ്ഡ് അബൌട്ട് മേഗി ആൻഡ് ഹെർ മദർ. ഞാൻ താമസിച്ചിരുന്ന വീട്ടുകാരോട് മേഗിയെയും അവളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദ ലെറ്റർ. അങ്ങനെ ആ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു കത്തിനെക്കുറിച്ചും പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ്, എൻ്റെ വീട്ടുകാർ സൽക്കരിക്കുന്ന ആളുകൾ പറഞ്ഞു, വെൻ യു ഗോ, നിങ്ങൾ പോകുമ്പോൾ ടേക്ക് സം മണി വിത്ത് യു, കുറച്ച് പൈസ കൂടി നിങ്ങളുടെ ഒപ്പം കരുതിക്കോളൂ. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു ദ വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് ആ പെൺകുട്ടിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഷി ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അവൾക്ക് പൈസയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. അവർ വളരെ ടൈറ്റിലായിരിക്കുമെന്ന് തോന്നുന്നു. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണത്തിന് ശേഷം, ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. ഞാൻ കുറച്ച് പൈസയും എടുത്ത് ലാംബത്തിലേക്ക് നടന്നു. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. ഞാൻ ഡോറിന് മുട്ടി. മേഗി ഓപ്പൺ ഇറ്റ്. മേഗി ഡോർ ഓപ്പൺ ചെയ്തു. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾ ഡൗൺ. അവൾ വളരെ മോശമായിട്ടായിരുന്നു, തലകുനിച്ചായിരുന്നു നോക്കിയിരുന്നത്. ഹെർ ഹൈസ് വർ ഹോളോ ആൻഡ് റിങ്ഡ്. അവളുടെ കണ്ണുകൾ ചുരുങ്ങിപ്പോയിരുന്നു, ചെറുതായിപ്പോയിരുന്നു. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത. ഓ മിസ്റ്റർ ഗുപ്ത, വളരെ നന്ദി. ഷി എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. സോ കൈൻഡ് ഓഫ് യു. അവൾ എന്നെ കണ്ടപാടെ വളരെ ആശ്ചര്യപ്പെട്ടു.
അവൾ പറഞ്ഞു, നിങ്ങൾ വളരെ ദയാലു തന്നെ. ഹൗ ഇസ് യുവർ മദർ മാഗി? ഐ ആസ്ക്ഡ്. നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാഗി? ഞാൻ ചോദിച്ചു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. അവളിപ്പോൾ ഉറങ്ങുകയാണ്. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അവളുടെ അവസ്ഥ വളരെ മോശമാണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓഫ് ഫ്രാങ്ക്. ഫ്രാങ്കിനെ കുറിച്ചുള്ള ആങ്സൈറ്റി, പേടി കാരണമാണ് ഈ ഒരു രോഗം ഇത്രയധികം മൂർച്ഛിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഷീ മേ നോട്ട് ലീവ്. ഇപ്പോൾ സഹോദരനിൽ നിന്നും യാതൊരു ന്യൂസും യാതൊരു വാർത്തയും ലഭിക്കുന്നില്ല. അമ്മ ജീവിച്ചിരിക്കില്ലായിരിക്കും. ഐ ട്രൈ ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ സമാധാനിപ്പിക്കാൻ നോക്കി. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ്കർച്ചീഫ്. അവളുടെ കണ്ണുനീര് ഞാൻ എൻ്റെ തുവാല കൊണ്ട് തുടച്ചു കൊടുത്തു. മാഗി കൺട്രോൾ ഹെർ സെൽഫ് വിത്ത് ആൻ എഫേർട്ട്. ഒരു എഫേർട്ട് എടുത്ത് മാഗി അവളെ സ്വയം നിയന്ത്രിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് പറയാനുണ്ട് ഗുപ്ത. വാട്ട്സ് ഇറ്റ് മാഗി? ഐ ആസ്ക്ഡ്. എന്താണ് മാഗി? ഞാൻ ചോദിച്ചു. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസർഡ്. നിങ്ങൾക്ക് സിറ്റിംഗ് റൂമിലേക്കൊന്ന് വരാമോ? എന്നിട്ട് ഞാൻ പറയാം. We tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാതെ ഫുഡ് സ്റ്റെപ്പ് നീക്കി, അതായത് ഞങ്ങളുടെ കാലടികൾ നീക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശബ്ദം ചിലപ്പോൾ രോഗിയായി കിടന്ന അമ്മയ്ക്ക് ദുഃഖകരമാകാം. ഐ ടേൺഡ് വെൻ ഐ റീച്ച്ഡ് ദ സെൻറ്റർ ഓഫ് ദ റൂം. ആ റൂമിൻ്റെ നടുത്തലത്തിലെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു. ഐ റിമെയിൻഡ് സ്റ്റാൻഡിങ് ദർ. എന്നിട്ട് അവിടെ നിൽക്കാൻ ആരംഭിച്ചു. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. എന്താണ് നിനക്ക് പറയാനുള്ളത് മാഗി? ഞാൻ വീണ്ടും എൻ്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. മാഗി എൻ്റെ മുഖത്തേക്ക് വളരെ തുറിച്ചു നോക്കുകയും വളരെ ദയാലുവായ ഒരു കണ്ണുകൊണ്ട് നോക്കുകയും ചെയ്തു. ഐ വെയിറ്റഡ്. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. അവളുടെ മുഖം മറയ്ക്കുകയും കൈകൾ കൊണ്ട് മറയ്ക്കുകയും പതുക്കെ വിതുമ്പാനും ആരംഭിച്ചു. ഐ വാസ് ഇൻ എ ഫിക്സ്. ഞാൻ നിശ്ചലനായി. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? ഈ ഒരു കുട്ടിയെ അനുകമ്പിക്കാൻ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? എന്താണ് എനിക്ക് പറയാൻ കഴിയുക? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. അവളുടെ സഹോദരൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്. അവൻ ഇനി ജീവനോടെയുണ്ടോ എന്ന് ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. അവളുടെ അമ്മ മാത്രമാണ് ഇനി അവൾക്ക് ഭൂമിയിലുള്ളൂ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ, അഥവാ അവൾക്ക് അമ്മ കൂടി നഷ്ടപ്പെട്ടാൽ, വാട്ട് കുഡ് ഹാപ്പൻ? എന്ത് സംഭവിക്കാം? എന്തായിരിക്കും സംഭവിക്കുക? വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ? ഈ ലണ്ടനിൽ എവിടെയായിരിക്കും ആ പെൺകുട്ടി? ഓൺ ദ ത്രെഷോൾഡ് ഓഫ് അഡൽസൻസ്. ഈ ഒരു വെറും അഡൽസൻസിൽ, ഈ ഒരു ടീനേജിൽ അവൾ എവിടെ പോകും? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് എവേ ഫ്രം ഹെർ ഫേസ്. അവളുടെ കൈകൾ അവളുടെ മുഖത്ത് നിന്ന് ഞാൻ മാറ്റി. മാഗി, ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് മാഗി നീ പറഞ്ഞു വരുന്നത്? ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു, ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ചെയ്തു തരാം. ഞാനൊരിക്കലും അവഗണിക്കുകയില്ല. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്. ഓ ഗുപ്ത, മാഗി പറഞ്ഞു. ഐ ഡോണ്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്. ഞാൻ പറയാൻ പോകുന്ന ഒരു റിക്വസ്റ്റ് കേട്ടിട്ട് താങ്കൾ എന്താണ് ചിന്തിക്കുകയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഇത് വളരെയധികം മോശമാണ്. തെറ്റാണെങ്കിൽ എനിക്ക് നിങ്ങൾ പുറത്തു തരണം. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് യു വിഷ് ടു ആസ്ക്? എന്താണത്? നീ എന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നത്? ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സെയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ. ഇന്നലെ മുഴുവനും അമ്മ പറയുകയായിരുന്നു, ഗുപ്ത വരികയും ആ ഒരു മോതിരത്തിലേക്ക് തുറച്ചു നോക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹി മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്കിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, ഷീ സെഡ്. മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദുവാണ്, അവൾ പറഞ്ഞു. ഇഫ് ഓൺലി ഹീ വുഡ് കം. പക്ഷേ അയാൾ വന്നിരുന്നെങ്കിൽ മാത്രം, ഷീ സെഡ്. അവൾ പറഞ്ഞു. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് ടു യു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. മാഗി, നിനക്ക് ഞാൻ ഒന്നുകൂടി ആ മോതിരത്തിൽ തുറച്ചു നോക്കണമെങ്കിൽ നീ ആ മോതിരം എടുത്തുകൊണ്ട് വരൂ. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്തു തരാം. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് again this time, I understand what Maggie meant. I was silent.
ഈയൊരു തവണയും നിങ്ങളൊന്നും തന്നെ കണ്ടില്ലെങ്കിൽ മേഘയുടെ ആ ഒരു ചോദ്യം എനിക്ക് മനസ്സിലായി. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിശബ്ദനായി. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റീഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്നേഹമുള്ളവരാണെന്ന്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അമ്മയുടെ അടുത്ത് ഒരിക്കൽ മാത്രം ഈ ഒരു മോതിരത്തിലേക്ക് നോക്കിയിട്ട് ഫ്രാങ്ക് നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ദാറ്റ് ഹീസ് എലൈവ്, അവൻ ജീവനോടെയുണ്ടെന്ന്. വിൽ ഇറ്റ് ബി ടൂ മച്ച് ഓഫ് എ ലൈ? അതായിരിക്കും അത് വളരെ കടുത്തു പോകുന്നൊരു കളവായി പോകുമോ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്? അത് ഒരു വളരെ മോശമായ അസത്യമായി പോകുമോ? ആസ് ഹി സ്പോക്ക്, അവൾ സംസാരിക്കുമ്പോൾ tears streamed from her eyes, അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഐ തോട്ട് ഇറ്റ് ഓവർ, ഞാൻ അത് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. ഐ എം നോട്ട് വെരി വിർച്വസ്, ഞാൻ വളരെ അധികം സത്യവാനൊന്നുമല്ല. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ ഡിസൈഡഡ് ടു ഡു ദിസ്, അതുകൊണ്ട് ഞാൻ ഇതും കൂടി ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്, ഇതായിരിക്കും ഞാൻ ചെയ്യുന്നതിൽ വെച്ച് വളരെ നല്ല ഒരു തെറ്റ്. പ്ലീസ് മേഗി, ഡോണ്ട് ക്രൈ. മേഗി, നീ കരയരുത്. വേർ ഈസ് ദ റിംഗ്? എവിടെയാണ് നിൻ്റെ മോതിരം? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദിസ് ടൈം. ഈ ഒരു മോതിരത്തിൽ ഞാൻ ഒരിക്കൽ നന്നായിട്ട് നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. ഇനിയും എനിക്കതിലൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്യാം. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ദൈവം എനിക്ക് പുറത്തു തരും അത് ഒരു തെറ്റാണെങ്കിൽ. മേഗി ബ്രോട്ട് മീ ദ റിംഗ്. മേഗി എനിക്ക് ആ ഒരു മോതിരം കൊണ്ടുതന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെറ്റ്, ഞാനിത് എടുത്തുകൊണ്ട് പറഞ്ഞു. സീ ഇഫ് യുവർ മദർ ഈസ് വീക്ക്. നീ നിൻ്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്ക്. 15 minutes passed before മേഗി കം ബാക്ക്. മേഗി വരുന്നതിന് മുമ്പ് 15 മിനിറ്റുകൾ കടന്നുപോയി. മദർ ഈസ് എവേക്ക്, ഷീ സേഡ്. അമ്മ ഉണർന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഹാവ് ടോൾഡ് ഹർ യു ആർ ഹിയർ. ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെയുണ്ടെന്ന്. മേ ഐ സീ ഹർ നൗ? ഞാൻ അവളെ ഇപ്പോൾ കണ്ടോട്ടെ? ഞാൻ ചോദിച്ചു. പ്ലീസ് കം, ദയചെയ്ത് വന്നോളൂ, മേഗി പറഞ്ഞു. ഐ അപ്രോച്ച്ഡ് ദ മദർ ബിസൈഡ്. ഞാൻ ആ അമ്മയുടെ അടുത്തേക്ക് പോയി. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. ആ ഒരു മോതിരം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. വിഷിംഗ് ഹർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ്. അവളോട് നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. മിസ്സിസ് ക്ലിഫോർഡ്, യു സൺ ഈസ് എലൈവ്, ഹീ ഈസ് വെൽ. നിൻ്റെ മകൻ ജീവനോടെയുണ്ട്, അവൻ നന്നായിരിക്കുന്നു. ദ ഓൾഡ് വുമൻ റേസ്ഡ് ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ ഫ്ലോ. ആ ഒരു തലയണയുടെ മുകളിലേക്ക് പതുക്കെ അവളുടെ തല നീക്കി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഷീ ആസ്ക്. നിങ്ങൾ ആ മോതിരത്തിൽ കണ്ടതാണോ? അമ്മ ചോദിച്ചു. യെസ് മിസ്സിസ് ക്ലിഫോർഡ്. അതെ മിസ്സിസ് ക്ലിഫോർഡ്, ഐ ആൻസർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു സംശയവും കൂടാതെ, ഒരു അവഗണനയും കൂടാതെ ഞാൻ മറുപടി നൽകി. ഐ ഹാവ് സീൻ ഇറ്റ്, ഞാനത് കണ്ടിട്ടുണ്ട്. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. അവളുടെ തല ബാക്കോട്ടേക്ക് താഴ്ത്തി. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹർ ഐസ്. അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഷീ വിസ്പിയർഡ് ഫെയിൻലി. അവൾ വളരെ പതുക്കെ വിതുമ്പി. ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ്. മിസ്സിസ് ക്ലിഫോർഡിന് രോഗശമനം ലഭിച്ചു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. ഏകദേശം എനിക്കെൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയം ആയിക്കഴിഞ്ഞിരുന്നു. ഐ വിഷ് ടു ഗോ ടു ദ ലംബെ ടു സേ ഗുഡ് ബൈ ടു മേഗി ആൻഡ് ഹർ മദർ. ഞാൻ ലംബത്തിലേക്ക് തിരിച്ചു പോവുകയും മേഗിയോടും അവളുടെ അമ്മയോടും ഗുഡ് ബൈ പറയണമെന്നും തീരുമാനിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ അവരുടെ ഫാമിലി ഇപ്പോൾ ദുഃഖാചരണത്തിലാണ്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. യുദ്ധത്തിൽ ഫ്രാങ്ക് കൊല്ലപ്പെട്ടിരുന്നു. ഒരു മാസം മുമ്പ്. മേഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. മേഗി എനിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. അതിന് കറുത്ത മാർജിനായിരുന്നു ഉണ്ടായിരുന്നത്. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. ഞാൻ ആ കത്തിൽ നിന്നും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ആ അമ്മയോട് അവളുടെ മകൻ ജീവനോടെയും നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ഫ്രാങ്ക് മരിച്ചിരുന്നു. ഐ ഫെൽറ്റ് അഷേംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ എനിക്ക് വളരെ മോശമായി തോന്നി, വളരെ അസഖ്യമായി തോന്നി. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അതുകൊണ്ട് തന്നെ ഞാനൊരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. അനൗൺസിങ് മൈ ഡിപ്പാച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ.
എൻ്റെ പോക്കിനെ അവർക്ക് അറിയിച്ചുകൊണ്ടും അവർക്കൊരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടും. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡൗൺഡ്. അങ്ങനെ എനിക്ക് ലണ്ടനിൽ നിന്നും പോകാനുള്ള അവസാന ദിവസം പ്രഭാതം താഴേക്കിറങ്ങി വന്നു, അഥവാ രാവിലെയായി. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. എനിക്ക് ഇനി രാത്രിയാവുന്നതിന് മുമ്പ് പോകണം. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് എ ഫാമിലി. ഞാൻ ആ കുടുംബവുമായിട്ട് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അവിടെ ആരോ ബെല്ലടിച്ചു, അല്ലെങ്കിൽ ഡോറിന് മുട്ടി. എ മിനിറ്റ് ഓർ ടു ലേറ്റർ, ഒരു മിനിറ്റോ അതിന് ശേഷമോ, ദ മെയ്ഡ് കം ഇൻ ആൻഡ് അനൗൺസ്ഡ്. ഓക്കെ, വേലക്കാരി അവിടെ വരികയും പറയുകയും ചെയ്തു, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മിസ് ക്ലിഫോർഡ് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. എൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് അവസാനിച്ചിരുന്നില്ല. മേഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മേഗി വന്നിരിക്കുന്നത് എന്നോട് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ടാണ്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ. ഐ ടൂക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. ഞാൻ എൻ്റെ സൽക്കരിക്കുന്ന ആളുകളോട് സമ്മതമെടുക്കുകയും ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. മേഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മേഗി ഹാളിൽ നിൽക്കുകയായിരുന്നു. ഷീ വാസ് വെയറിംഗ് ബ്ലാക്ക്. അവൾ കറുത്ത ഡ്രസ്സായിരുന്നു ധരിച്ചത്. ഐ ടൂക്ക് ഹെർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മേഡ് ഹെർ സിറ്റ് ഡൗൺ. ഞാൻ അടുത്തുള്ള ലൈബ്രറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ഇരുത്തുകയും ചെയ്തു. ആർ യു ലിവിങ് ടുഡേ, ഷീ ആസ്ക്ഡ്. നിങ്ങൾ ഇന്ന് പോവുകയാണോ, അവൾ ചോദിച്ചു. യെസ് മേഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാച്ചർ. ഇന്നാണ് എനിക്ക് പോകേണ്ട ദിവസം, ഞാൻ അവളോട് മറുപടി പറഞ്ഞു. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി. എത്ര ദിവസമെടുക്കും നിങ്ങളുടെ രാജ്യത്തേക്ക് എത്താൻ, അവൾ ചോദിച്ചു. എ ലിറ്റിൽ മോർ ദാൻ 2 weeks. 2 ആഴ്ചകൾ കുറച്ചു കൂടുതൽ, ഞാൻ മറുപടി പറഞ്ഞു. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് താങ്കൾ ജീവിക്കുന്നത്, മേഗി ചോദിച്ചു. ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. പഞ്ചാബ് സിവിൽ സർവീസിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി ഐ ആം പോസ്റ്റഡ് ആൻഡ് ഐ അറൈവ് ദ. ഞാനവിടെ എത്തിത്തീരുന്നതിന് മുമ്പ് എനിക്ക് എവിടെയാണ് എനിക്ക് ജോലി എന്ന് പറയാൻ കഴിയില്ല. ഈസ് എ ഫ്രോണ്ടിയർ വിത്ത് ഫാർ ഫ്രം ദ. ഈ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും വളരെ ദൂരത്താണോ? നോ, നോട്ട് വെരി. അല്ല, വളരെ ദൂരത്തൊന്നുമല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ദ ഫ്രോണ്ട് മോൺട്രി നിയർ ദേരാ ഗസി ഖാൻ്റെ അടുത്ത് ഫ്രോണ്ട് മോൺട്രിയയിലാണ് ഫ്രാങ്കിനെ മറവ് ചെയ്തിരിക്കുന്നത്. ദ ഗേൾസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടീയേഴ്സ് ആസ് ഷീ സ്പോക്ക്. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണുനീർ കൊണ്ട്. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് യു. ഞാൻ ആ രാജ്യത്തിൻ്റെ ആ ഭാഗം സന്ദർശിക്കുമ്പോൾ, അവിടത്തേക്ക് പോകുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ കല്ലറയിലേക്ക് ഞാൻ പോവുകയും നിനക്ക് എഴുതുകയും ചെയ്യാം. ഇറ്റ് വോണ്ട് ബി ട്രബിൾ സം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ്, മാഗി ആസ്ക്ഡ്. അത് നിങ്ങൾക്കൊരു പ്രയാസമാകുമോ, നിങ്ങൾക്കതൊരു മോശമാകുമോ, മേഗി എന്നോട് ചോദിച്ചു. വൈ ഷുഡ് ഇറ്റ് ബി? ദേരാഗാസി ഖാൻ ഇസ് നോട്ട് വെരി ഫാർ ഫ്രം വോ ഐ ഷാൾ ബി. ഞാൻ എവിടെയായിരിക്കുമോ അവിടെ നിന്നും ദേരാഗാസി ഖാൻ വളരെ ദൂരത്തൊന്നും ആയിരിക്കില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇറ്റ് വിൽ സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. ചിലപ്പോൾ എനിക്ക് അവിടെ എപ്പോഴെങ്കിലും പോകാൻ കഴിയുമായിരിക്കും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാനവിടെ പോവുകയും അതിനെക്കുറിച്ച് നിനക്ക് എഴുതുകയും ചെയ്യാം. മേഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി കൊണ്ട് മേഗിയുടെ മുഖം വളരെ തുടുത്തു. ആസ് ഷീ താങ്ക്ഡ് മീ, അവൾ എന്നെ നന്ദി പറയുന്നതോടൊപ്പം ഹെർ വോയിസ് ചോക്ഡ്, അവളുടെ ശബ്ദം സന്തോഷം കൊണ്ട് വിളറിപ്പോയി. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് എ പോക്കറ്റ്. ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ പൈസയാണ്. അവളുടെ പോക്കറ്റിൽ നിന്നും പൈസ എടുക്കുകയും ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ അടുത്തുള്ള ആ ടേബിളിലേക്ക് നിരത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദി ഷില്ലിംഗ് വെൻ യു ഗോ. നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾ പൂക്കൾ വാങ്ങുക. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. അതെൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ വെക്കുകയും ചെയ്യണം എനിക്ക് വേണ്ടി. ഇൻ മൈ ഇമോഷൻ, എൻ്റെ ഒരു ഇമോഷനിൽ ഐ ലോവേർഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ഓഫ് ടോയിൽ. ഈ ഒരു കുട്ടി ഈ ഒരു പൈസ ഉണ്ടാക്കിയത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്, വളരെയധികം ജോലി ചെയ്തിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ. എനിക്കത് അവൾക്ക് തിരിച്ചു നൽകണമെന്നുണ്ടായിരുന്നു. എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രീറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. അവളോട് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഇന്ത്യയിൽ പൂക്കൾ വളരെയധികം വളരുകയും അതവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നും അവളോട് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് ഐ റീകൺസിഡേർഡ്. വീണ്ടും ഞാൻ ചിന്തിച്ചു.
Why should I deprive her of the joy this sacrifice would give her? ഈ ഒരു ബലി അവൾക്ക് നൽകുന്ന സന്തോഷം എന്തിനാണ് ഞാൻ ഇല്ലാതാക്കേണ്ടത് ആക്കുന്നത്? All that this shilling could have given her she was foregoing for the love of her brother. ഈ ഒരു പൈസ കൊണ്ട് വാങ്ങുന്ന ആ പൂവ് ആ കല്ലറയിൽ വെക്കുന്നത് ഇവളുടെ ആ സഹോദരനോടുള്ള അവളുടെ സന്തോഷമാണ്, സ്നേഹമാണ്. The joy of doing it was beyond all praise. ഇത് ചെയ്യുന്നതിൽ നിന്നും അവൾ കിട്ടുന്ന ഒരു സന്തോഷം, ആത്മസമർപ്പണം അത് വളരെയധികം വലുതാണ്, വിലമതിക്കാനാവാത്തതാണ്. The grief in her heart would be eased a little. അവളുടെ ആ ഹൃദയത്തിലുള്ള മനസ്സിലുള്ള പ്രയാസങ്ങൾ ഇത് ഒരു പക്ഷേ കുറച്ചേക്കാം. What good would it to be deprived of her it? I picked up the shilling. ഓക്കെ, അവളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനത് ആ ഒരു പൈസ വാങ്ങി. Maggie, I said, I shall use this shilling to buy flowers and put them on your brother's grave. ഞാൻ ഈ പൈസ എൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ മേൽ വെക്കാൻ, പൂക്കൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. മേഗി stood up. മേഗി നിന്നു. How can I thank you? എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. She said. അവൾ പറഞ്ഞു. Now it is time for me to go to work. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. Goodbye. Remember to write. Goodbye. നിങ്ങൾ എഴുതാൻ മറക്കല്ലേ. I got up and took her hand in mine. ഞാൻ എഴുന്നേൽക്കുകയും അവളുടെ കൈകൾ എന്നിലേക്ക് എടുക്കുകയും ചെയ്തു. Goodbye, Maggie. God bless you. I said and pressed her hand to my lips. ഞാൻ ഗുഡ്ബൈയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ എൻ്റെ ചുണ്ടിൽ മേൽ വെച്ചു, ഉമ്മ കൊടുത്തു. മേഗി ലെഫ്റ്റ്. അങ്ങനെ മേഗി പോയി. ഐ വൈപ്ഡ് എ tear or two from my eyes. ഞാൻ ഒന്നോ രണ്ടോ കണ്ണുനീർ എൻ്റെ കണ്ണുകളിൽ നിന്നും തുടച്ചു. എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോണി കയറിപ്പോയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണുക. നിങ്ങൾക്ക് വളരെയധികം പരീക്ഷയ്ക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. ദിസ് ഈസ് സൈനിങ് ഓഫ് ട്രീറ്റ് ടീച്ചർ.